നമസ്കാരം. വേദാന്ത ദേശീയൻ മഹാഭക്തനും ജ്ഞാനിയും തപസ്വിയുമാണ്. തിരുവഞ്ചീന്ദ്രപുരത്ത് അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയാണ് സീത, രാമ, ലക്ഷ്മണ, അർജുന സമേതമായ വിഗ്രഹങ്ങൾ. അവിടെ നിന്ന് ഒരിക്കൽ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗദ്യ കവിതയിൽ പാടുകയുണ്ടായി. ഒരു ഗദ്യകവിത ഉപയോഗിച്ച് അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. അദ്ദേഹം തന്നെ രചിച്ചതാണ്. അതാണ് പിൽക്കാലത്ത് രഘുവീര ഗദ്യം എന്നറിയപ്പെട്ടത്. അത് ചൊല്ലി സ്തുതിച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും ലക്ഷ്മണനോടും ഹനുമാൻ സ്വാമിയോടും ഒപ്പം ദർശനം നൽകി എന്നുള്ളതാണ് ഐതിഹ്യം. മഹത്തുക്കൾ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ വേദാന്ത ദേശീയൻ എന്ന മഹാപുരുഷൻ പൂർവജന്മത്തിൽ തിരുപ്പതി വെങ്കടാചലം ക്ഷേത്രത്തിലെ ഭഗവാന്റെ ശ്രീകോവിലിന് മുമ്പിലുണ്ടായിരുന്ന ആ മണിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ആ മണി ഭഗവാനെ സ്തുതിക്കാനായിട്ട് അവതരിച്ചതാണത്രേ വേദാന്ത ദേശീയനായിട്ട്. എന്തായാലും അതിഗംഭീരമായ സമാധി ഭാഷയിലുള്ള ഈ ഗദ്യ കവിത, രഘുവീര ഗദ്യം നിത്യം ജപിക്കുകയും ഉപാസന പോലെ കൊണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. മാത്രമല്ല, അത്തരം ഗ്രഹങ്ങളിൽ ഒരു തരത്തിലുള്ള ബാധോപദ്രവങ്ങളോ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗാദി ദുരിതങ്ങളോ സാമ്പത്തിക ക്ലേശങ്ങളോ ഉണ്ടാകില്ല. ഇത് നിരന്തരം ജപിച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷം ശുദ്ധമാകും, മനസ്സ് ശുദ്ധമാകും. മാത്രമല്ല, ഭഗവത് കൃപ കൊണ്ട് വേണ്ടതെല്ലാം വന്നു ചേരുകയും ചെയ്യും. തിരുനക്കര തൃക്കൈക്കാട് മഠത്തിലെ നമ്മുടെ കുട്ടികൾ ഇത് നമ്മുടെ നാരായണീയോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയാണ്. എല്ലാവരും അത് കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.